എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുഹിത്രയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സ്വപ്നവല്ലി ചോദിച്ചു, അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മഹേഷിന്റെ അനിയനെ കുറിച്ച്, മഹേഷിന്റെ ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നീ വിവാഹം കഴിച്ചാനെന്നൊക്കെ പറഞ്ഞേ. അത് മഹേഷിനോട് ചോദിച്ചാൽ മതി. മഹേഷിനോട് പറഞ്ഞ ഞാൻ അനിയത്തിയാന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. മഹേഷിന്റെ അനിയനുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കെട്ടിക്കുമെന്നൊക്കെ ചോദിച്ചേ. ഞാൻ വെറുതെ ഒരു ജോക്ക് പറഞ്ഞ ആ സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സുഹിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ്. ഇഷിത പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവളുടെ ആ ജോക്ക് എന്ന് പറയണം. മഹേഷിന്റെ മുഖമൊക്കെ വെള്ളറി വെളുത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വപ്നവല്ലി, അവർക്കല്ലേ അറിയത്തുള്ളൂ ഇനി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വിനോദം ഒന്നും ഒരാളും കൂടെ തങ്ങുണ്ടെന്നുള്ള കാര്യം. ആ സമയം ഇഷിത പറഞ്ഞു, ഇനി പറയാൻ പറ്റില്ല സുജി, ഉണ്ടായിട്ട് ഇനിയിപ്പോ ഒളിപ്പിച്ചു വെച്ചിട്ടിരിക്കാന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാം. അത് കേട്ടപ്പോ സുഹിത്ര പറഞ്ഞു, അത് ശരിയാ മഹേഷ് ഏട്ടാ, അങ്ങനെ എന്തേലും ഉണ്ടെ ഞാൻ കണ്ടെത്തൂട്ടോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഇഷിത ചിപ്പിമോളോട് ചിപ്പിമോളെ നമുക്ക് ഇറങ്ങാന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോളുടെ കൈയും പിടിച്ചങ്ങോട്ട് ഇറങ്ങുവാണ്. മഹേഷിനെ സ്വപ്നവല്ലി രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. പിന്നീട് മഹേഷ് അങ്ങോട്ട് പോയി. ഈ സമയം മഞ്ജു പറഞ്ഞു, അമ്മേ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല, ആകെപ്പാടെ ഭ്രാന്തെടുക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് ഇഷിതയും മഹേഷും കൂടെ ചിപ്പിമോളെയും കൊണ്ട് പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുവാണ്. അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ചിപ്പിമോൾ അവരുടെ കൈക്ക് വിട്ട് ഫ്രണ്ട്സിനോടൊപ്പം ഓടി അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കാണ് ഹസീന അങ്ങോട്ടേക്ക് വരുന്നത്. ഹസീനയോട് ഇഷിത കുറച്ച് സമയമായി വന്നിട്ടെന്ന് ചോദിക്കാം. ഇല്ല, ഇത്തിരി സമയമായുള്ളൂ. അല്ല ചിപ്പിമോൾ എന്ത് ചിപ്പിമോൾ ഇതേ അങ്ങോട്ടേക്ക് ഓടിപ്പോയെന്ന് പറയണം. ആ ചക്കിമോള് ഫ്രണ്ട്സും അവിടെ നിപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോയതായിരിക്കും എന്ന് പറയണം. ആ സമയം മഹേഷിനോട് പറഞ്ഞു, ഇത് ഹസീന എന്ന് പറയാണ്. ഹസീനയോ എന്ന് ചോദിക്കുകയാണ്. അല്ല മനസ്സിലായില്ലേ, ചക്കിമോളുടെ അമ്മ. അല്ല തന്നെയാണോ വന്നേ, ഭർത്താവ് വന്നിട്ടില്ലേന്ന് ചോദിക്കണം. ആ സമയം ഹസീനയുടെ മുഖം അങ്ങോട്ട് വല്ലാതെ പെട്ടെന്ന് ഇഷിത പറഞ്ഞു, എന്തൊക്കെയാ മഹേഷ് ചോദിക്കുന്നേ? മഹേഷിന് ആളെ മനസ്സിലായില്ലേ? ചിപ്പിമോളുടെ കൂട്ടുകാരി ചക്കിയുടെ അമ്മയാന്ന്. ഓ ഇപ്പൊ മനസ്സിലായെന്ന് പറയണം. അല്ലേലും ഇങ്ങനെയാ മഹേഷിന് ചില സമയത്ത് ഒന്നിലൊരു ഓർമ്മയും കാണത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ഓർത്തിരിക്കല്ലോ, എനിക്ക് വേറെ പലകൂട്ടം കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് പറയണം. ആ സമയം ചക്കിയുടെ അടുത്തേക്ക് ചിപ്പി ഓടിച്ചെല്ലുവാണ്. പിന്നീട് അങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് വർത്താനം പറയണം. ഈ സമയത്ത് അവരുടെ കൂടെയുള്ള കുട്ടി പറഞ്ഞു, അതെ എനിക്കായിരിക്കും ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടുന്നതെന്ന് പറയണം. ഇത് കേട്ടതും ചിപ്പി പറഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അഭിനന്ദിക്കൂന്ന് പറയാം. അല്ല എല്ലാവരുടെ അച്ഛനും അമ്മയും വന്നല്ലോ, പേരൻസ് ഒക്കെ വന്നല്ലോ, ഇവളുടെ പേരൻസ് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ചക്കീനെ നോക്കിയോണ്ട് ചക്കിയുടെ അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചിപ്പിക്ക് ദേഷ്യം വന്നു. ചിപ്പി പറഞ്ഞു, ചക്കിയുടെ അച്ഛൻ വരത്തില്ല എന്ന് നിനക്കറിയാലോ, പിന്നെ നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? നീ ബാഡ് ഗേളാന്നൊക്കെ പറയണ. അവളോട് കൂട്ടുകൂടണ്ട കേട്ടോ ചക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി എന്ത് ചെയ്യണം, ചക്കീനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകണം. കാരണം ചക്കിയുടെ മനസ്സ് വേദനിച്ച ചിപ്പിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇഷിതയുടെ മഹേഷിന്റെ ഒക്കെ അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചർ അങ്ങോട്ട് വരുന്നേ. നിങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികളല്ലേ, അങ്ങോട്ടേക്ക് വാ, ഇപ്പൊ തന്നെ മീറ്റിംഗ് തുടങ്ങുമെന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ കൂട്ടി ക്ലാസ്സിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ക്ലാസ്സിൽ പേരൻസ് മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. എല്ലാവരും വന്നിരിക്കുകയാണ്. ആ സമയം മഹേഷ് പറഞ്ഞു, ഇതെന്താ തുടങ്ങാത്തെ? സമയത്തിന്റെ വില ഇവർക്ക് അറിയത്തില്ലാന്ന് തോന്നേ, എത്ര സമയമായി മനുഷ്യൻ കിടന്ന് ബുദ്ധിമുട്ടുവാന്ന് പറയണം. അതെ നിങ്ങൾ വലിയ സിഇഒ ഒക്കെ ആയിരിക്കാം, പക്ഷെ ഇവിടെ ഒന്നും അല്ലെന്ന് പറയണം. ഇതൊരു സ്കൂളാ, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ എന്ത് കാര്യങ്ങൾ, ഒരു മീറ്റിംഗ് ഒക്കെ തുടങ്ങണമെങ്കിൽ ആ കൃത്യസമയത്ത് തുടങ്ങണമെന്ന് പറയണം. അപ്പോഴേക്കും മെയിൻ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അതെ പ്രിൻസിപ്പളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാന്ന് പറയണം. ഈ സമയത്താണ് പുറത്തൊരു കാർ വന്നിരുന്നേ. കാറിനകത്തുനിന്ന് രചനയും ആകാശം കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ അവരിറങ്ങി വന്നു കഴിയുമ്പോഴത്തേനും പേരൻസ് മീറ്റിംഗ് എന്നൊക്കെ കണ്ടു, ബോർഡ് കണ്ടു. അത് കണ്ടപ്പം രചന പറഞ്ഞു, ഇന്ന് ചിപ്പിയുടെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പങ്കെടുത്താലോ ആകാശം എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാന്ന് പറയണം. അപ്പോഴേക്കാണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ പ്രിൻസിപ്പൾ ആകാശം എന്ന് പറയണം. പെട്ടെന്ന് ആകാശം അങ്ങോട്ട് ചെന്നു. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നാന്ന് പറയണം. ആണോ, ഒരു കാര്യം ചെയ്യേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ഇതിൽ എനിക്കൊരു പേരൻസ് മീറ്റിംഗ് ഉണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയണം. ഇത് കേട്ടതും രചന പറഞ്ഞു, അല്ല സാർ എൻ്റെ ഒരു കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്, എനിക്ക് ആ പേരൻസ് മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അതിനെന്താ, ഷുവർ ആയിട്ടും പോരേന്ന് പറയണം. അങ്ങനെ അവരുടെ പുറകെ ഇവരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ പ്രിൻസിപ്പൾ അങ്ങോട്ട് വന്ന പുറകെ ആകാശിന്റെ രചനയും കൂടെ കയറി വന്നു കണ്ടപ്പോഴത്തേനും ഇഷിതയും മഹേഷും ഒരു നിമിഷം അവിടെ നോക്കി. ആ സമയം ആകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇഷിതയോട് പറഞ്ഞു, ഈ പൂച്ചയ്ക്ക് എന്തിനാ ഈ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ചോദിക്കാം, എന്തിനാന്ന് അറിയത്തില്ല, എന്തേലും ഗൂഢതന്ത്രമായിട്ട് വന്നിരിക്കുന്നതായിരിക്കും എന്ന് പറയണം. അങ്ങനെ അവരവിടെ മാറിപ്പോയി ഇരിക്കുകയാണ്. പിന്നീട് പ്രിൻസിപ്പൾ പറഞ്ഞു, അതെ ഇന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് ഉണ്ട് ഈ പേരൻസ് മീറ്റിംഗിൽ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷനാണ്, പേരൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെയാണ് നടക്കാൻ പോണെന്ന് പറയാം. ഇത് കേട്ടതും
മഹേഷ് ഇഷിതയോട് കോമ്പറ്റീഷനോ എന്താണെന്നറിയത്തില്ല, ഇച്ചിരി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണ. പിന്നീട് ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അത് കിട്ടിയത് ചിപ്പിമോൾക്കാണ്. ഋതു മഹേഷ് ചന്ദ്രൻ എന്ന പേര് വിളിച്ചും ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ചിപ്പിമോൾ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെന്നിട്ട് അവാർഡൊക്കെ വാങ്ങി. അവാർഡ് വാങ്ങിയിട്ട് ചിപ്പിമോള് സംസാരിക്കുകയാണ്. അപ്പൊ ചിപ്പിമോളെ സംസാരിപ്പിക്കാനായിട്ട് എന്തൊക്കെ എങ്ങനെ സംസാരിക്കാൻ അവാർഡ് കിട്ടുവാണെങ്കിൽ എന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇഷിത. അങ്ങനെ ചിപ്പിമോൾ അവിടെ നിന്ന് പറയുവാണ്. ആദ്യം എല്ലാവർക്കും നന്ദി പറഞ്ഞു, ടീച്ചേഴ്സിന്, തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളോട്, പിന്നെ പേരൻസിനോട്. ഇതിനെല്ലാം കാരണക്കാരെ ആരെന്നറിയാവോ? എന്റെ അമ്മയാന്ന് പറയാണ്, എന്റെ ഇഷിതാമ്മയെന്ന് പറയണം. ഇത് കേട്ടവൻ രചനയുടെ മുഖം അങ്ങോട്ട് മാറി. ഇത്ര സമയം രചന വലിയ അഹങ്കാരം കാണിച്ചിരുന്ന, പക്ഷെങ്കില് ചിപ്പിമോള് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ കാരണം എന്റെ അമ്മയാന്ന് പറഞ്ഞ് ഇഷിതയുടെ കൈ ചൂണ്ടുമ്പോഴത്തേനും ഒന്നുമല്ലാതായി തീർന്നു. വല്ലാത്തൊരവസ്ഥയെപ്പി രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് ചിപ്പിമോള് പറഞ്ഞു, ഞാൻ എന്റെ ഡാഡിനെ ഒത്തിരിയായി സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ എന്റെ അമ്മ, എന്റെ എല്ലാം എന്റെ അമ്മയാന്നൊക്കെ പറഞ്ഞു ഒരു വലിയ ഗംഭീര പ്രസംഗം തന്നെ നടക്കുകയാണ്. ഇത് കേട്ടതും മഹേഷ് ചോദിച്ചു, സത്യം പറ, നീ അവളെ പറഞ്ഞു പഠിപ്പിച്ചില്ല നിന്നെ പുകഴ്ത്താനായിട്ട്, അതുകൊണ്ടല്ലേ നീ ചോദിക്കുക? പിന്നെ അത് അവളെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവള് പറഞ്ഞല്ലോ സ്നേഹമുള്ള പപ്പ എന്ന, അത് പിന്നെ അത് അവളുടെ മനസ്സിൽ നിന്ന് വന്നാന്ന് മഹേഷ് പറയാണ്. വെറുതെ ഇവിടെ നിന്ന് അടി വേണ്ട, ഇനിയിപ്പം നാട്ടുകാരെയും കൂടെ അറിയിക്കണ്ടെന്ന് പറയണം. പിന്നീട് ചിപ്പിമോള അവാർഡൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രചന ആ കയ്യിലേക്ക് കയറി പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ചിപ്പിമോള കയ്യും കൂടി വിടുവിച്ചു. പിന്നീട് ഇഷിതയുടെ മഹേഷിന്റെ അരിയിലേക്ക് സന്തോഷത്തോടുകൂടി വരുവാണ്. അപ്പൊ ഈ ചിപ്പിമോള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത ഇടയ്ക്കിടയ്ക്ക് പാളിപ്പാളി രചനയെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം തന്റെ അമ്മയെന്ന് പറഞ്ഞ് ഇഷിതേനെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നീട് രചന മഹേഷിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് ഇറങ്ങി പോവാണ്. അത് കണ്ടതും ഇഷിതയ്ക്കും മഹേഷിനും ഭയങ്കര സന്തോഷമായി. പിന്നീട് ടീച്ചറൊന്നും പറയാം, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു കോമ്പറ്റീഷനാണ്, പേരൻസ് തമ്മിലുള്ള കോമ്പറ്റീഷനാന്ന് പറയണം. അപ്പൊ അവരുടെ ആദ്യത്തെ കോമ്പറ്റീഷൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവരാദ്യമായിട്ട് കണ്ടുമുട്ടിയതും പിന്നീട് അവര് കല്യാണത്തിന് വരെയുള്ള അവരുടെ ആ കാര്യങ്ങള്, എങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്, അവരുടെ കുറച്ച് കഥകൾ, അതാണ് അറിയേണ്ടതെന്ന് പറയണം. ആദ്യമായിട്ട് മഹേഷ് ചന്ദ്രനെ വിളിക്കുമെന്ന് പറയണം. മഹേഷ് എഴുന്നേറ്റില്ല, അവിടെ ഇരുന്നു. ഇവർക്ക് ഇത് എന്തിന്റെ കേടാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മൾ തമ്മിൽ അതിനെ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നതൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇഷിത പറഞ്ഞു, മഹേഷേ പോയി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരാൻ പറയണേ, പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്, ഇതിനല്ലേ സമയം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഹേഷ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് പോയി പറയാനായിട്ടാ, എനിക്കും പറ്റില്ല നാണം കിടാനായിട്ട്. ആ സമയത്ത് ടീച്ചറോടൊന്ന് വിളിക്കുകയാണ്. എന്താ മഹേഷ് ചന്ദ്രൻ എഴുന്നേറ്റ് വരാൻ പറഞ്ഞപ്പോ ഇഷിത എഴുന്നേറ്റ് പറഞ്ഞു, ആൾക്ക് ഇത്തിരി നാണമൊക്കെ ഉണ്ട്, ഞാൻ വന്നാ മതിയോ ടീച്ചറെ നിൽക്കാം, മതിയെന്ന് പറയണം. അങ്ങനെ ഇഷിത അങ്ങോട്ട് കയറി. ഇഷിത കയറിയിട്ട് മഹേഷിനെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ പറയണം. ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു ഉള്ള പറച്ചിൽ സംസാരമൊക്കെ ആയിരുന്നു. മഹേഷിനെ ആദ്യം കണ്ടുമുട്ടിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയായിരുന്നു, പക്ഷെ ആളെന്നെ മൈൻഡ് പോലും ചെയ്തില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്നോട് വന്ന് ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കൂട്ടായി, അവസാനം കല്യാണത്തിൽ എത്തിത്തീർന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ടപ്പോഴത്തേനും ചിപ്പിമോൾ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇതുവരെയായിട്ട് ഞങ്ങളൊരു വഴക്ക് പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണം. ചിപ്പിമോൾ പറഞ്ഞു, കൊള്ളാം, നല്ലത്, വഴക്ക് പോലും ഉണ്ടായിട്ടില്ല പോലും, രണ്ടുപേരും കണ്ട കീരിയും പാവം പോലെയാ, എപ്പോഴും തമ്മിൽ അടിയാ. ഇതെല്ലാം കേട്ടപ്പോ ചിപ്പിമോള് മഹേഷിനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. മഹേഷ് ആകെപ്പാടെ ചമ്മി നിൽക്കുകയാണ്. ഇവൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നെന്നുള്ള രീതിയിൽ, മനുഷ്യന്റെ മാനം കളയുന്ന രീതിയാണല്ലോ എന്ന്. പിന്നീട് ഇഷിത വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, മനുഷ്യ ഇവിടെ ഇരുന്ന് ഉരുകിന്ന് പറയണം. പിന്നീട് വിളിച്ച ചക്കിയുടെ അമ്മേനെയാണ് ഹസീനെ വിളിക്കണേ. ഹസീനെ അങ്ങോട്ട് ഒന്ന് പറയാൻ തുടങ്ങി, ഞാനും ഷോബിയും തമ്മിൽ അങ്ങനെ വലിയ കണ്ടുമുട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അവന്റെ ലേഖനങ്ങളായിരുന്നു ഞാൻ ആദ്യം കണ്ടത്. അത് വായിച്ചാണ് പിന്നീട് അവനെ കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഒരു പേരന്റ് എഴുന്നേറ്റ്, ഒരു സ്ത്രീ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല ഇപ്പോഴും ഈ പറയുന്ന ഷോബി പരോളിൽ തന്നെയല്ലേ, അല്ല പരോളിലല്ല ജയിലിൽ തന്നെയല്ലേ, പരോളിൽ ഇറങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഹസീന് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി. അതെ, നിങ്ങൾ തമ്മിൽ വലിയ പ്രണയകഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ തമ്മിൽ പ്രണയിച്ചത് അശ്വതി ശർമ്മയുടെ കൊലപാതകത്തിന് വേണ്ടിയായിരുന്നില്ലേ? അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു, പക്ഷെ ഒരാൾ ഇപ്പോഴും പുറത്ത് വിലസോ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് നിങ്ങളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഹസീനയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടലായി. ചക്കിമോൾക്കും ഭയങ്കര ടെൻഷനായിപ്പോയി, സങ്കടം വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് അവരിങ്ങനെ അപമാനിക്കുന്നത്. പിന്നീട് ടീച്ചറോട് അവരോട് ചോദിച്ചു, അല്ല ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനെ വിളിച്ചു കയറ്റുന്നത്? ടീച്ചറെ ബാക്കി എല്ലാവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിതയ്ക്ക് സഹിച്ചില്ല. കാരണം ഇത്ര സമയമൊക്കെ അവര് പറയുന്നത് കേട്ടോണ്ടിരുന്നു. ഇഷിത ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇഷിത വെറുതെ വിടത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.